ഹായ് ഫ്രണ്ട്സ്, ഹലോ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഇപ്പോൾ ചെയ്ത ഈ മേക്കപ്പ് ലുക്കുമായിട്ടാണ്. സിമ്പിളായിട്ടുള്ള മേക്കപ്പ് ലുക്കാണ്. മേക്കപ്പ് ലുക്കിൽ വെറും 4 പ്രൊഡക്റ്റ് മാത്രം വെച്ചിട്ടാണ് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പം എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. അപ്പം നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഞാൻ ഇന്ന് മേക്കപ്പിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് 4 പ്രൊഡക്റ്റാണ്. ഒന്ന് കൺമഷി, ഒന്ന് ലിപ്പ് ലൈനർ, ഒന്ന് ഫൗണ്ടേഷൻ, ഒന്ന് ലിപ്സ്റ്റിക്ക്. ഈ 4 പ്രൊഡക്റ്റും എല്ലാവരുടെ അടുത്തും ഉണ്ടാവില്ലേ? നമുക്ക് തുടങ്ങാം. ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിന് ഒരു 5 മിനിറ്റ് മുന്നെങ്കിലും നമ്മൾ ഫേസിൽ മോയ്സ്ചറൈസർ മസ്റ്റായിട്ട് ഇട്ടിരിക്കണം. നമ്മൾ എവിടെ പോകുന്നില്ലെങ്കിലും വീട്ടിൽ തന്നെ ആണെങ്കിൽ പോലും മസ്റ്റായിട്ടും മോയ്സ്ചറൈസറും സൺസ്ക്രീമും യൂസ് ആക്കണം. ഞാൻ ഇത്രയും കാലം യൂസ് ആക്കിയിട്ടില്ലായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞിട്ടുണ്ടായത് അങ്ങനെ ചെയ്താൽ നമ്മുടെ സൺ ടാൻ ഒക്കെ ഉണ്ടാവില്ല. അത് നമ്മൾ റെഗുലറായിട്ട് നമ്മളത് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മളുടെ ഇപ്പോഴത്തെ വെയിൽ അറിയാലോ, അതുപോലെയുള്ള വെയിലാണ്. അപ്പോൾ എല്ലാവരും മോയ്സ്ചറൈസറും ഫസ്റ്റ് ഫേസ് വാഷ്, ദെൻ മോയ്സ്ചറൈസർ, ലാസ്റ്റ് സ്റ്റെപ്പാണ് സൺസ്ക്രീൻ. സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ നല്ല 15+ സൺസ്ക്രീൻ തന്നെ യൂസ് ആക്കാൻ നോക്കുക. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് മോയ്സ്ചറൈസറാണ്. നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം. സൺസ്ക്രീനാണ്. സൺസ്ക്രീൻ ഇങ്ങനെയല്ല ഞാൻ അപ്ലൈ ചെയ്തിട്ട് കണ്ടിട്ടുള്ളത്. നമ്മളെ കയ്യിലെ വിരലിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ടാണ് കാണിച്ചിട്ടുള്ളത്. തൽക്കാലം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനെ വെയിൽ കൊള്ളുന്ന നമുക്ക് കഴുത്തിലും ചെവിയിലെല്ലാം മസ്റ്റായിട്ടും നമ്മൾ എന്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അത് തേക്കണേ. ഓക്കെ, സൺസ്ക്രീൻ യൂസാക്കി. ഇതാ നമ്മൾ മേക്കപ്പിൻ്റെ ഒരു പ്രൊഡക്റ്റിൽ ഉള്ളതല്ല കേട്ടോ. കാരണം ഇത് നമ്മൾ ഡെയിലി നമ്മൾ വീട്ടിലിരിക്കുകയാണെങ്കിലും പുറത്ത് പോകുന്നതാണെങ്കിലും മസ്റ്റായിട്ടും ചെയ്തിരിക്കണം. എനിക്ക് ഇത്രയും കാലം എനിക്ക് അറിയുന്നില്ലായിരുന്നു. ഇനി മുതൽ ഞാനത് ചെയ്യാൻ നോക്കും. അപ്പം നിങ്ങൾ അറിയാത്തവരാണെങ്കിൽ നിങ്ങളും ശ്രമിക്കുക കേട്ടോ. അപ്പം നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് ഫൗണ്ടേഷനാണ്. ഫൗണ്ടേഷൻ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും. എൻ്റെ കയ്യിലുള്ളത് G4Uൻ്റെ ഫൗണ്ടേഷനാണ്. അപ്പം എല്ലാവരുടെ കയ്യിലും ഒരു ഫൗണ്ടേഷൻ മസ്റ്റായിട്ട് ഇപ്പം ഇന്നത്തെ കാലത്ത് ഉണ്ടാവുമായിരിക്കും. യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഉണ്ടാവുമായിരിക്കും. അപ്പോൾ നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. നല്ല രീതിയിൽ ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കുക. ക്യാമറയിൽ നോക്കി ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല.
ഇനി ഇത് നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, മെയിൻ വണ്ടി വരുന്നുണ്ട്. ഓക്കെ, നല്ല രീതിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്, കാണുന്നില്ലേ? നമ്മൾ ഫൗണ്ടേഷൻ ക്ലിയറായി. നെക്സ്റ്റ് നമുക്ക് ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒന്നുകിൽ സാദാ പൗഡർ അല്ലെങ്കിൽ നമ്മൾ മേക്കപ്പ് കിറ്റിൽ കാണുന്ന ആ ഒരു പൗഡറും യൂസ് ആക്കാം. ഞാനിവിടെ പൗഡറാണ്, എൻ്റെ അത് മേക്കപ്പ് കിറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പൗഡറാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, പൗഡർ പൗഡർ ഇട്ടു. ഇനി നമുക്ക് കണ്ണെഴുതി കൊടുക്കാം. കണ്ണെഴുതി വീഡിയോയിൽ എഴുതാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കണ്ണാടിയിൽ നോക്കിയിട്ട് കണ്ണെഴുതേ. കണ്ണെഴുതാൻ നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു 20 റുപ്യയുടെ ഒരു കൺമഷിയാണ് ഇത് യൂസ് ആക്കുന്നത്. എല്ലാവരുടെ വീട്ടിലും ഇങ്ങനത്തെ ഒരു കൺമഷി കാണാം അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, മേലേക്കുമായിട്ടും നമ്മൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ണിനൊരു വലിപ്പം ഫീൽ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ലിപ്പ് ലൈനർ. ഇത് മസ്റ്റാണ്. ലിപ്പ് ലൈനർ ലിപ്സ്റ്റിക്ക് ഇടുന്നവരുണ്ടാവും, പക്ഷേ ലിപ്പ് ലൈനർ യൂസ് ആക്കുന്നുണ്ടാവില്ല. അപ്പോൾ ലിപ്പ് ലൈനർ കൊണ്ട് നമുക്ക് ലിപ്പ് വരച്ചു കൊടുക്കാം. ലിപ്പ് വരച്ചിട്ടുണ്ട്, കാണുന്നില്ലേ? ഓക്കെ, ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടാം. ഇതും ലിപ്സ്റ്റിക്ക് G4Uൻ്റെ ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക്ക് മുഖത്തിടുമ്പോൾ തന്നെ ഒരു എക്സ്ട്രാ ബ്രൈറ്റ് ആയിട്ടുണ്ട് അല്ലേ? നമ്മൾ ലിപ്പ് ലൈനറും വരയ്ക്കുമ്പോൾ തന്നെ ആ ഒരു ലിപ്സ്റ്റിക്ക് ഇട്ടതിൻ്റെ ഒരു എക്സ്ട്രാ ഒരു ബ്രൈറ്റായിട്ട് ഫീൽ ചെയ്യുന്നില്ലേ? ഓക്കെ, ഇനി ഞാൻ ഐഷാഡോ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്ന പരിപാടിയാണ് ലിപ്സ്റ്റിക്കിന് ഇങ്ങനെ കൈ കൊണ്ടാക്കി കണ്ണിൻ്റെ അടിയിലിങ്ങനെ അപ്ലൈ ചെയ്യാം. അധികം വേണ്ട, കുറച്ച് മതി.
ഐ ഷാഡോയുടെ അതേ എഫക്റ്റ് കിട്ടുന്നുണ്ട് ഇല്ലേ? നോക്കിയേ ഇല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ മേക്കപ്പ് ഓൾമോസ്റ്റ് കഴിയാനായി. ഇനി ലാസ്റ്റ് വൺ നമ്മൾ ചുന്ദരിയാവാം, പൊട്ട് തൊടണം. അപ്പോൾ നമുക്ക് പൊട്ട് തൊടാം. അപ്പം നമ്മൾ പൊട്ട് തൊടാം. വാവ്, സൂപ്പർ അല്ലേ? ഇനി എന്തെങ്കിലും കുറവുണ്ടോ? കമ്മലിട്ടില്ല അല്ലേ? അപ്പം കമ്മലും കൂടി ഇട്ട് നോക്കാം. കമ്മൽ ഈ കമ്മലാണ്. വൈറ്റ് ഡ്രസ്സ് ആയതുകൊണ്ട് തന്നെ ഈ കമ്മലാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. എങ്ങനെ ഇട്ട് നോക്കാം. ബ്രൈറ്റായിട്ട് നമുക്ക് എവിടെയെങ്കിലും പോകാൻ പറ്റുകയാണെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് അല്ലേ? നമ്മുടെ ഫേസും നമ്മുടെ കോസ്റ്റ്യൂമും ആണ് നമ്മളുടെ ഒരു കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യിക്കുന്നത്. അപ്പം മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. എൻ്റെ സിമ്പിളായിട്ടുള്ള മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഒന്നുമില്ല, ടാറ്റാ, ടേക്ക് കെയർ.